ഫ്രിഡ്ജിൽ ഉപ്പ് വെച്ച് നോക്കിയിട്ടുണ്ടോ? ഫ്രിഡ്ജിൽ ഉപ്പ് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത് മാത്രമൊന്നുമല്ല, ഒരുപാട് ഉപ്പിനെ പറ്റിയിട്ടും അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ ഒന്ന് പറയുന്നുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ വിചാരിക്കാത്ത കുറേ യൂസസ് ആണ് ഇതുകൊണ്ടുള്ളത്. അപ്പോൾ ആൻഡ്രിയാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ ആദ്യം തന്നെ ഈ ഉപ്പ് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എത്ര ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും ഈ ഉപ്പിന് വലിച്ചെടുക്കാനുള്ള ഒരു ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ ഒരിക്കലും ഒരു സ്മെല്ല് ഉണ്ടാവില്ല, ബാഡ് സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യില്ല തുറന്നു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. രണ്ടാമത് നമുക്ക് ഇങ്ങനെ നമ്മൾ ഉപ്പ് വെക്കുന്നത്, നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുകയാണ് പോവുകയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമുക്ക് ഈ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ടിട്ട് നമ്മൾ കുറേ ദിവസം, ഇപ്പോൾ ഒരു മാസം 10 ദിവസം 20 ദിവസമൊക്കെ നമുക്ക് ലീവ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജ് എല്ലാം തുടച്ചതിന് ശേഷം ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് പിന്നെ നമ്മൾ എല്ലാം തുടച്ച് വൃത്തിയാക്കി ആ വെള്ളം എല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ ഈ ഇങ്ങനെ ഒരു പാത്രത്തിൽ ഒരു ഉപ്പ് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും ഇപ്പം നമ്മൾ ചില സമയത്ത് അത് പൂത്ത് പോവില്ല ഈ ഫ്രിഡ്ജൊക്കെ, അങ്ങനത്തെ പൂപ്പലോ കാര്യങ്ങളോ ബാഡ് സ്മെല്ലോ ഒന്നുമില്ലാതെ ഫ്രിഡ്ജ് നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അത് നിങ്ങൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഫ്രിഡ്ജ് ഓഫ് ചെയ്യുക, ഇനി പേടിച്ച് പോകണ്ട. ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു മാസമൊക്കെ നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്തിട്ട് തുടച്ചതിന് ശേഷം വെള്ളമെല്ലാം തുടച്ചെടുത്തതിന് ശേഷം ഉപ്പ് ഇങ്ങനെ വെച്ച് നോക്കൂ. ഒട്ടും അത് പൂപ്പൽ വരിക അല്ലെങ്കിൽ കേടാവുക വേറെ ഒരു പ്രശ്നങ്ങളും വരില്ല, ബാഡ് സ്മെല്ലും വരില്ല. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത നമുക്കൊരു കാര്യം എന്ന് പറയുന്നത്, അതിപ്പോൾ ഞാൻ ഫ്രീസറിൽ കാണിക്കാത്തത്, ഇപ്പോൾ എൻ്റെ ഫ്രിഡ്ജിൽ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ടാട്ടോ. നമ്മൾ നല്ല ഐസ് ആയിട്ട് ഇങ്ങനെ നല്ല ഡീഫ്രോസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ലേ, അങ്ങനത്തെ ഒന്നും വരില്ല. സിംഗിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ കാര്യമാണ് പറയുന്നത്. എൻ്റെ ഇപ്പോൾ ഇത് ട്രിപ്പിൾ ഡോർ ഫ്രിഡ്ജാണ്. അപ്പോൾ എനിക്കിതിന് പ്രശ്നം വരാറില്ല, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പ് എടുത്തിട്ട് ആ ഫ്രീസറിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തേച്ച് വിട്ടാൽ മതി. ഫ്രീസറിൽ ഇങ്ങനെ ഐസ് കട്ടയായിട്ട് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഒരിക്കലും വരില്ല കേട്ടോ. അങ്ങനെ ഒരു ടിപ്സും കൂടിയുണ്ട്, അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത്, നമ്മുടെ ഇങ്ങനെ കത്തിയും അതേപോലെ ഇങ്ങനത്തെ കത്രിയൊക്കെ ഉണ്ടാവില്ലേ. ഇപ്പം ഇതൊക്കെ നമ്മളിതാ ഈ ഒരു ഉപ്പിലിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ കത്രികയൊക്കെ നല്ല മൂർച്ച കൂടും. അതേപോലെ നമുക്ക് കത്തിയും ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ ഉപ്പിലിങ്ങനെ കുറച്ച് നേരം ഒന്നിങ്ങനെ ഒരു 5-10 സെക്കൻഡ്സ് ഒന്നിങ്ങനെ നമ്മളിതാ ഇങ്ങനെ ചെയ്താൽ മതി. നല്ല മൂർച്ച കൂടി കിട്ടും കേട്ടോ. കത്രിക്കും അതേപോലെ തന്നെ നമുക്ക് കത്തിയും ഇതേപോലെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. കുറച്ച് വലിയൊരു പാത്രം എടുത്താൽ മതി. നമ്മുടെ കത്തിയുടെ മൂർച്ച കൂട്ടാനായിട്ട് നമ്മൾ ഇതേപോലെ ഉപ്പിലൊന്ന് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതേപോലെ നമ്മുടെ തക്കാളിയൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ ദിവസം നിൽക്കാനായിട്ട് നമ്മൾ ഇതേപോലെ കുറച്ച് ഉപ്പെടുത്തിട്ട് ഇതിന് ചുറ്റും ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ആക്കിയിട്ട് പിന്നെ ഒരു കണ്ടെയ്നറിലിട്ട് വെച്ച് നോക്കൂ. നല്ല രീതിയിൽ തന്നെ അത് കുറേ ദിവസം നമുക്കത് ഒരു കേടും വരാതെ അത് നിൽക്കും കേട്ടോ. തക്കാളിയൊക്കെ ഇപ്പോൾ പെട്ടെന്ന് കേടാവുന്ന ഒരു കാര്യമല്ലേ. പക്ഷെ ഇതേപോലെ നമ്മൾ ഉപ്പ് തേച്ചിട്ട് നമ്മൾ കണ്ടെയ്നറിലാക്കിയിട്ട് വെച്ചാൽ മതി കേട്ടോ. നല്ല രീതിയിൽ തന്നെ കുറേ ദിവസം അത് കേടാവാതിരിക്കും. അപ്പോൾ അടുത്ത് നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഇതേപോലെ വെളിച്ചെണ്ണയുടെയൊക്കെ ബോട്ടിൽ ഉണ്ടാവില്ലേ, ആ ഒരു വെളിച്ചെണ്ണയൊക്കെ നമ്മൾ വെക്കുന്ന ഈ ഒരു പാത്രത്തിനകത്ത് നമ്മൾ ഉപ്പ് കുറച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ, ഒരു നുള്ളു ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി ഇട്ട് വെച്ചതാട്ടോ, അതപ്പോൾ ഇട്ട് കാണിക്കാത്തത്. ഇതേപോലെ ഉപ്പ് ഒരു നുള്ളു ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വെളിച്ചെണ്ണ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഒരു കാറിയ ഒരു മണവും അതിനൊരു കേടൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ മാറി കിട്ടും കേട്ടോ. അങ്ങനത്തെ ഒരു മണവും കാര്യങ്ങളും ഒന്നും വരില്ല. വെളിച്ചെണ്ണ കുറേ ദിവസം അത് നല്ല രീതിയിൽ തന്നെ അത് വൃത്തിയായിട്ട് ആ ഒരു മണമൊന്നും പോവാതെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത്, ഞാനൊരു ചെറിയൊരു തുണി എടുത്തിട്ടുണ്ട്, അതിലോട്ട് ഞാൻ കുറച്ച് കല്ലുപ്പിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കല്ലുപ്പിട്ടതിന് ശേഷം ഞാൻ പിന്നെ എടുക്കുന്നത് നമ്മുടെ കംഫർട്ടാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, നല്ലൊരു മണമാണ് കേട്ടോ ഈ കംഫർട്ടിന്. അപ്പോൾ ഈ ഒരു അത് പിന്നെ ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അപ്പോൾ അതിനുശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് കംഫർട്ട് ഒഴിക്കുകയാണ് കേട്ടോ. നല്ലൊരു മണമാണ് കേട്ടോ അതിന്. അതിനുശേഷം ഞാൻ ഇതൊന്ന് കെട്ടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ കെട്ടി വെച്ചതിന് ശേഷം നമ്മളത് എവിടെ വേണമെങ്കിലും, ഇപ്പം നമുക്ക് നമുക്ക് ബാഡ് സ്മെല്ല് വരാതിരിക്കാനായിട്ട് നമ്മുടെ കിച്ചണിലാവട്ടെ, അല്ലെങ്കിൽ വേറെ നമുക്കിപ്പോൾ വാർഡ്രോബ്സിലാവട്ടെ, കിച്ചണിലാവട്ടെ, വേറെ എവിടെയെങ്കിലും ആവട്ടെ, നമുക്കിപ്പോൾ എവിടെയാണോ നമുക്ക് വേണ്ടത് അവിടെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ
നല്ല വീട് മുഴുവൻ നല്ലൊരു പ്ലസൻ്റ് ആയിട്ടിരിക്കും, നല്ലൊരു പോസിറ്റീവ് എനർജി തരും. അതേപോലെ തന്നെ ഇത് ഒത്തിരി ദിവസം ഇതിൻ്റെ അറിയാലോ, കല്ലുപ്പ് നല്ല പോസിറ്റീവ് എനർജി തരുന്നൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഇതിങ്ങനെ കല്ലുപ്പിൽ ചേർത്ത് നമ്മളിത് വെക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജിക്ക് ഒപ്പം തന്നെ നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ള നല്ലൊരു മണം കൂടിയാണ് ഇത് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു എവിടെ വേണേൽ നമുക്ക് വെക്കാം, കിച്ചണിലോ വാഷ് ബേസിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റൗവിൻ്റെ താഴെയോ എവിടെ നമ്മൾ വെച്ചാലും നല്ലൊരു മണമായിരിക്കും. ഇതേപോലെ ഇങ്ങനെ കിഴിയാക്കിയിട്ട് ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാരും കാണൂല്ല, നമ്മുടെ വാർഡ്രോബ്സിലോ കിച്ചൺ ക്യാബിനറ്റ്സിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മണമായിരിക്കും കേട്ടോ. കിച്ചണിലൊക്കെ പിന്നെ ബാഡ് സ്മെല്ല് വരികയില്ല. ഇനി നമ്മുടെ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത്, നമ്മുടെ തേങ്ങയൊക്കെ ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ കൂടി, ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല എന്ന് വിചാരിച്ചോളൂ, എന്നാലും കേടാവാതിരിക്കാനായിട്ടുള്ള ഒരു കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കറണ്ടൊക്കെ പോയി തേങ്ങ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലെങ്കിലും കേടാവാതിരിക്കാൻ നമ്മളിതിൽ കുറച്ചിങ്ങനെ ഉപ്പിട്ടതിന് ശേഷം ഈ ഉപ്പൊന്ന് എല്ലാ സൈഡിലും ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇതാ ഈ സൈഡിലൊക്കെ. അപ്പോൾ ഇവിടെ ഒന്നും ഫംഗസ് കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെച്ചില്ലെങ്കിൽ കൂടി ഇത് ഒന്നും കേടാവില്ല കേട്ടോ. അങ്ങനെയിരിക്കും. ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ കൂടി ഈ തേങ്ങ കേടാവാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇപ്പോൾ ദിവസങ്ങളോളം ഇങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉപ്പിലൊന്നും ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ കറണ്ട് പോയാലും അതല്ല, നമുക്കിപ്പോൾ കുറേ തേങ്ങയുണ്ട്, ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്നില്ലെങ്കിലും ഉണക്കിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇത് ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ കല്ലുപ്പാവട്ടെ അതല്ല സാധാ ഉപ്പാവട്ടെ ഏതാണെങ്കിലും പെട്ടെന്ന് തന്നെ ചിലപ്പോൾ അതിലിങ്ങനെ വെള്ളം മോയ്സ്ചറായിട്ട് തന്നെ അതിങ്ങനെ കട്ടി പിടിക്കൂലേ, പിന്നെ അത് എടുക്കാൻ കിട്ടില്ല, വെള്ളം പോലെ ആവും, അതൊരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് മുന്നേ ഞാൻ പല ടിപ്സും പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ പറയാൻ പോകുന്നത്, നമുക്ക് ഇതിലോട്ട് രാജ്മ അല്ലെങ്കിൽ ഈ വൈറ്റ് ചെനയോ ഏത് ചെന വേണമെങ്കിൽ ഇടാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ കടലയില്ലേ, ഇത് നമുക്കിടാം. അതല്ലെങ്കിൽ രാജ്മയില്ലേ, ഇത് നമ്മൾ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ മോയ്സ്ചർ ഇത് വലിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഉപ്പൊന്നും പിന്നെ വെള്ളം പോലെ ആവില്ല, നല്ല കട്ടിയും പിടിക്കില്ല കേട്ടോ. അപ്പോൾ കല്ലുപ്പിലാണെങ്കിലും ഇതിലാണെങ്കിലും നമുക്കിത് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു ചിരട്ട പൊട്ടിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് മോയ്സ്ചർ വലിച്ചെടുക്കും, അതും ഗുണമാണ് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു ടിപ്സ് ചെയ്ത് നോക്കൂ. ഇപ്പം നമ്മുടെ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത്, നമ്മുടെ കടല അല്ലെങ്കിൽ ചെറുപയർ അല്ലെങ്കിൽ പരിപ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേടാവാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. കുറച്ച് ഉപ്പെടുത്തിട്ട് ഇതിലൊന്നിങ്ങനെ കുറേ ടിപ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ അടുത്തൊരു ടിപ്സാണ്, നമുക്ക് കുറച്ച് ഉപ്പെടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറേ കാലം, അപ്പോൾ ഇതൊക്കെ കണ്ടോ, താഴെ വരെ എത്തിയാലും തീർന്നു പോയാലും നമുക്കിതൊന്നും കേടാവില്ല, കീടങ്ങൾ വരില്ല ഇതിനകത്തൊന്നും. അതേപോലെ പൂത്തുപോവുകയോ കേടാവുകയോ ഒന്നും ചെയ്യില്ല. പരിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. എന്ന് പറയുന്നത്, നമ്മൾ ഒരു ബൗളിൽ ഞാൻ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കാസറോൾ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് ദിവസം ഇങ്ങനെ അടച്ചു വെച്ചുകൊണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും അല്ലേ അതിന് വരുന്നത്. അപ്പോൾ ആ ഒരു സ്മെല്ലും കാര്യങ്ങളും ഒന്നും വരാതെ, കുറച്ച് ദിവസം നമ്മൾ എത്ര ദിവസം അടച്ചു വെച്ചാലും അതിന് സ്മെല്ലും കാര്യങ്ങളും ഒന്നും വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒരു ബൗളിൽ കുറച്ച് ഉപ്പിട്ടിട്ട് അത് എടുത്തിട്ട് കുറച്ച് നേരം ഒന്നിങ്ങനെ അടച്ചു വെക്കുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ നമ്മൾ അടച്ചു വെച്ച് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോകുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു ബൗളിൽ ഇങ്ങനെ ഉപ്പിട്ടിട്ട് ഇതിൽ അടച്ചു വെച്ചിട്ട് ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇത് പൂക്കുകയോ അല്ലെങ്കിൽ ആ പാത്രത്തിന് വേറെ സ്മെല്ല് വരികയോ ബാഡ് സ്മെല്ല് വരികയോ ഒന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത്, നമ്മുടെ മിക്സിയുടെയൊക്കെ ഈ ഒരു ബ്ലേഡിൻ്റെ മൂർച്ച കൂടാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കല്ലുപ്പ് ഇടുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. കല്ലുപ്പ് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ആ ഒരു മൂർച്ച കൂടി കിട്ടും. അപ്പോൾ നല്ല ഒരു ഷാർപ്പൻ ആവാനായിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ആ ഒരു മിക്സിയിൽ പിന്നെ അരയും പൊടിയും ഒക്കെ ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ നെഗറ്റീവ് എനർജി നമുക്ക് മാറാനായിട്ട് നമുക്ക് ഇതേപോലെ ഉപ്പ് ഇങ്ങനെ ഒരു പാത്രത്തിലോ ഗ്ലാസ്സിലോ എന്തെങ്കിലും ഇട്ടിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു റൂമിൻ്റെ എവിടെയെങ്കിലും ഒരു സൈഡിലോ അല്ലെങ്കിൽ വാഷ്റൂമിലോ ഒക്കെ നമുക്കിത് വെച്ച് കഴിഞ്ഞാൽ, വാഷ്റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബാഡ് സ്മെല്ല് മാറാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ. നമ്മളിപ്പോൾ ടോയ്ലറ്റിലാണെങ്കിലും ഒക്കെ നമ്മളിത് ഒരു സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ബാഡ് സ്മെല്ല് ഒട്ടും ഉണ്ടാവില്ല. അതേപോലെ തന്നെ റൂമിനും അതെ, നമുക്ക് നല്ലൊരു എന്താ പറയുക പോസിറ്റീവ് എനർജി കിട്ടാനും വീട്ടിൽ എവിടെ വേണമെങ്കിലും നമുക്കൊന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും. നെഗറ്റീവ് എനർജി എല്ലാം ഉപ്പ് വലിച്ചെടുക്കുന്നുള്ളതാണ് കേട്ടോ.
ഒരു ഗുണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഉപ്പിൻ്റെ. പക്ഷേ ഒരുപാട് എല്ലാം കൂടെ ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ബോറടിക്കും അല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം വീണ്ടും. അതുവരെ ബൈ.